അപ്പോൾ ഒരു ഭരണവിരുദ്ധ തരംഗം ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ള കാര്യം CPM നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് 2026 നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും മുതിർന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ ഇറക്കി ചില മണ്ഡലങ്ങൾ പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവരിലുണ്ട്. അപ്പോൾ അവിടെയുള്ള പൊളിറ്റിക്കൽ വോട്ടുകൾ ഏകീകരിച്ച് കോൺഗ്രസിൻ്റെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ VM സുധീരനെ പോലെയുള്ള ഒരാളുടെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. VS സുനിൽകുമാറിനെ ഒരിക്കലും നമുക്ക് പഴയ പുലി എന്നും വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പഴയ പുലി എന്ന് പറയുന്നത് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുള്ളതാണ്. CPM M വിജയകുമാർ ഈ പ്രാവശ്യവും മത്സരരംഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മുൻ നിയമസഭാ സ്പീക്കറാണ്, അദ്ദേഹം മത്സരരംഗത്തുണ്ടാവും. തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് CPM-നും LDF നേതൃത്വത്തിനും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കൾക്കായിരിക്കും മുൻതൂക്കം, അതായത് പുതുമുഖങ്ങൾക്ക് ചാൻസ് കുറവാണ് തരത്തിൽ ഒരു വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് സാറിന് ഇതിന്? അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാരണം വെച്ചാൽ പുതുമുഖങ്ങൾക്കും സാധ്യതകളുണ്ടാവും, നിലവിലുള്ള MLA-മാർക്കും സാധ്യതകളുണ്ടാവും. അത് കൂടാതെ തന്നെ ഇരു മുന്നണികളിൽ നിന്നും, ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നാലും, കോൺഗ്രസ് എന്ന് പറയാൻ പറ്റത്തില്ല, UDF ആണെങ്കിലും LDF ആണെങ്കിലും ശരിയാണ്, ഇരു മുന്നണികളിൽ നിന്നും പണ്ടത്തെ ചില പുലികളൊക്കെ ഉണ്ട്. ഈ പുലികളെയൊക്കെ മത്സരരംഗത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ടും ഉണ്ടാവുക കോൺഗ്രസിൽ നിന്നായിരിക്കും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് 2026 നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും മുതിർന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ ഇറക്കി ചില മണ്ഡലങ്ങൾ പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവരിലുണ്ട്. അത് ഒരുപക്ഷെ സുനിൽ കനകലുവിൻ്റെ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം കോൺഗ്രസ് നേതൃത്വം ഇതുപോലത്തെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ പ്രധാനപ്പെട്ട 2 സീനിയർ നേതാക്കന്മാർ ഇരു മുന്നണികളിൽ നിന്നും ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉറപ്പായിട്ടും ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം ഇതിനു മുമ്പ് കണ്ണൂരിൽ നിന്നുള്ള MP ആയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF എങ്ങാനും അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരാളും കൂടെ ക്ലെയിം ചെയ്യും. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ക്ലെയിം ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവും. അതോടൊപ്പം തന്നെ EP ജയരാജൻ CPM-ൽ നിന്ന് EP ജയരാജനും ഇപ്രാവശ്യം ഉറപ്പായും മത്സരരംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നും വേണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് മത്സരിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഉറപ്പായിട്ട് അദ്ദേഹം വീണ്ടും മത്സരരംഗത്തേക്ക് വരും. മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ LDF തന്നെ മൂന്നാമതും അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ളൊരു വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മന്ത്രി കാലഘട്ടം പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ VM സുധീരനാണ്. കോൺഗ്രസിൽ നിന്നുള്ള VM സുധീരൻ. ഈ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. അതിനു മുമ്പ് ആലപ്പുഴയിൽ നിന്നുള്ള MP ആയിരുന്നു. അതുകൂടാണ്ട് ഒരുപാട് പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് VM സുധീരൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ്. കാരണം തൃശ്ശൂരെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് UDF-ന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്ത് LDF-ൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള പൊളിറ്റിക്കൽ വോട്ടുകൾ ഏകീകരിച്ച് കോൺഗ്രസിൻ്റെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ VM സുധീരനെ പോലെയുള്ള ഒരാളുടെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി താൻ മത്സര രംഗത്തേക്കില്ല, ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് VM സുധീരൻ മാറി നിൽക്കുന്നത് എങ്കിലും അദ്ദേഹം ഉറപ്പായിട്ടും മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം VM സുധീരനോളം തൃശ്ശൂർ ജില്ലയിൽ വിജയസാധ്യതയുള്ള മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ തേർമൽ രാമകൃഷ്ണനൊക്കെ ഉണ്ട്. തേർമൽ രാമകൃഷ്ണൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. കാരണം പ്രായാധിക്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹവും നല്ലൊരു സംഘാടകനാണ്. തേർമൽ രാമകൃഷ്ണൻ മുൻ സ്പീക്കറാണ്. അതിലൊക്കെ ഉപരി നല്ലൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇപ്രാവശ്യം അദ്ദേഹത്തെ മത്സര വേദിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇത് കൂടാതെ പിന്നെ VS സുനിൽകുമാർ CPI ഇപ്രാവശ്യം ഉറപ്പായിട്ടും തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. VS സുനിൽകുമാറിനെ ഒരിക്കലും നമുക്ക് പഴയ പുലിയെന്നും വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിട്ടിരുന്ന ആളാണ്. 2016 മുതൽ 2021 വരെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്രാവശ്യം ഉറപ്പായിട്ടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂർ പാർലമെന്റിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയി. എങ്കിൽ തന്നെയും അദ്ദേഹം 2026 നടക്കാൻ പോകുന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും തൃശ്ശൂരിലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന്, നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ നിന്ന് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം തൃശ്ശൂരിൽ നിലവിലുള്ള CPIയുടെ MLAക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. മറ്റാരോപണങ്ങളൊന്നുമല്ല, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണോ എന്നുള്ള രീതിയിൽ ചില സംശയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, മറ്റേ പൂരവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏറെ സംശയത്തിൻ്റെ നിഴലിലാണ് അദ്ദേഹത്തെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലും അദ്ദേഹത്തിന് വേണ്ടത്ര സ്വീകാര്യത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ CPI ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റി പകരം VS സുനിൽകുമാർ തന്നെ തൃശ്ശൂർ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴയ പുലി എന്ന് പറയുന്നത് നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുള്ളതാണ്. ശരത്ചന്ദ്ര പ്രസാദ് ഈ പ്രാവശ്യം മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഏകദേശമല്ല, ഒരു 100% ഉറപ്പോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. ശരത്ചന്ദ്ര പ്രസാദ് വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു നേതാവാണ് ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് MLA ആകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പല പ്രാവശ്യം അദ്ദേഹം DCC പ്രസിഡന്റ് ആകും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു ഇപ്രാവശ്യം. പക്ഷേ അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് ഒന്നും ആകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കോൺഗ്രസ് സമരങ്ങളിലും KSU സമരങ്ങളിലും യൂത്ത് കോൺഗ്രസ് സമരങ്ങളിലും ഒക്കെ ശക്തമായിട്ട് സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ശ്രീ K കരുണാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിരുന്നു ശരത്ചന്ദ്ര പ്രസാദ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹവും തിരിച്ചു വന്ന് കോൺഗ്രസിന്റെ പാനലിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സീറ്റ്, തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള ഏതെങ്കിലും ഒരു സീറ്റ്, ഇപ്പോൾ വട്ടിയൂർക്കാവ് കഴക്കൂടോ എന്നുള്ള ഞാൻ പറയുന്നത്, തിരുവനന്തപുരം സീറ്റ് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിജയ സാധ്യതകൾ നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നതാണ്. അത് കാരണം അതേമാതിരി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധാരണ പൗരന് ഏത് സമയത്തും ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലീഡർ കൂടിയാണ് ഈ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരത്ചന്ദ്ര പ്രസാദ് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഉറപ്പായിട്ടും മത്സര രംഗത്തുണ്ടാവും. പിന്നെയും ഒരുപാട് പേരുകൾ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. CPM M വിജയകുമാർ ഈ പ്രാവശ്യവും മത്സര രംഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മുൻ നിയമസഭാ സ്പീക്കറാണ്, അദ്ദേഹം മത്സര രംഗത്തുണ്ടാവും. V ശിവൻകുട്ടി മത്സര രംഗത്ത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള പല MLAമാരും തുടരുകയും അതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോയി എന്ന് കരുതിയിരുന്ന പല ആളുകളും മത്സര രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു മത്സരാർത്ഥിയാണ് ശ്രീ G സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് പാർട്ടിയുമായിട്ടൊക്കെ വളരെ വലിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലപ്പുഴയിൽ തന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്രാവശ്യം ആലപ്പുഴ നഗരസഭയൊക്കെ UDF ഭരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഹരിപ്പാട് മുനിസിപ്പാലിറ്റി UDF ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ തരംഗം ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ള കാര്യം CPMന്റെ നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ G സുധാകരനെ തന്നെ അമ്പലപ്പുഴയിൽ മത്സരത്തിന് CPM ഇറക്കുമെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം അദ്ദേഹത്തെ പാർട്ടിയുമായിട്ട് സഹകരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് CPMന്റെയും അല്ലെങ്കിൽ LDFന്റെ തീരുമാനം എന്നറിയുന്നു. അതുകൂടാണ്ട് തന്നെ CPMൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ശ്രീ ഡോക്ടർ തോമസ് ഐസക്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കുക പത്തനംതിട്ട ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു അസംബ്ലിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നാണ് മത്സരിച്ചിരുന്നത്. പാർലമെന്റിലേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് CPMനും LDF നേതൃത്വത്തിനും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ശ്രീ ഡോക്ടർ തോമസ് ഐസക്കും നിയമസഭയിൽ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം ഏകദേശം എനിക്കൊന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും നമുക്ക് അദ്ദേഹത്തെ നിയമസഭയിൽ കാണാനായിട്ടുള്ള അവസരം ഉണ്ടാകും കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന്. EP ജയരാജൻ, കാരണം ഇവരൊക്കെ നിയമസഭയിലുള്ളത് എന്ന് പറയുന്നത് തന്നെ ആ നിയമസഭ കാണാനൊരു രസമാണ്. പണ്ടത്തെ സച്ചിൻ ടെണ്ടുൽക്കറേയും ഗാംഗുലിയൊക്കെ കൂടെ വീണ്ടും കളിക്കാൻ ഇറങ്ങിയ അവസ്ഥ എന്തായിരിക്കും, ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവരുടെയൊക്കെ ആരോഗ്യം ഏതൊക്കെ അവസ്ഥയിലാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരാളുടെ കൈകളിൽ ഇരിക്കുന്നതല്ല, ദൈവത്തിന്റെ കൈ വശിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമോ പ്രായമോ ഒന്നും ഒരു മത്സരത്തിന് തടസ്സമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് EP ജയരാജന്, മുല്ലപ്പള്ളി രാമചന്ദ്രന്, VS സുനിൽകുമാർ ഒക്കെയുള്ള ഒരു നിയമസഭ, G സുധാകരൻ, ഡോക്ടർ തോമസ് ഐസക്, VM സുധീരന് ഒക്കെയുള്ള ഒരു നിയമസഭ എന്ന് പറയുന്നത്, ശരത്ചന്ദ്ര പ്രസാദ്, M വിജയകുമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയുള്ള ഒരു നിയമസഭ എന്ന് പറയുന്നത് എനിക്ക് 2026 നിയമസഭ കുറച്ചുകൂടി ഒരു പക്വതയുള്ളൊരു നിയമസഭയായിട്ട് മാറാനായിട്ട് കൂടുതൽ ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.